ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ചൈന ഗ്രാസോ ജലാറ്റിനൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഇനി റെസിപ്പിയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 120 ഗ്രാമാണ് കേട്ടോ. വേറെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തുള്ള വൈറ്റ് ക്രീം അങ്ങോട്ട് മാറ്റാം. അങ്ങനെ ക്രീമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. വൈറ്റ് ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പിന്നെ ആവശ്യമുള്ളതാണ്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുഡിംഗ് ട്രേയിലേക്ക് ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് പരട്ടി കൊടുക്കാം. കൈയോടെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ലെയർ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി പാൽ തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് അടുപ്പിൽ വെക്കാം. ഫ്ലെയിം ഓൺ ആക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ക്രീമി ആക്കി എടുക്കണം. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്രീമാവും കേട്ടോ. ഒരു തിളച്ച ഉടനെ തന്നെ കട്ടിയായി തുടങ്ങും. പാല് ചൂടായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. പാല് നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അങ്ങനെ ഫുള്ളും നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തണിയാൻ വെക്കാം. തണിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന്
ബിസ്ക്കറ്റ് മീത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ പുഡിങ് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല എന്താ വായിൽ നിന്ന് അലിഞ്ഞ് പോകുന്നറിയില്ല അതുപോലത്തെ ടേസ്റ്റ് നല്ലൊരു പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ.